മാൽട്ടോഡക്സിൻ എന്ന് പറയുന്ന ഒരു സാധനം ഹൈ ഗ്ലൈസം ഷുഗറിനേക്കാളും മോശമാണ് അത്. ഓക്കെ. ആ സാധനം എല്ലാ ബേബി ഇൻഫൻറ്റ് ഫുഡിലും ഉണ്ട്. ഇത് ആവശ്യമില്ല കുട്ടികൾക്ക്. എന്തിനാണ് അവർക്ക് മാൽട്ടോഡക്സിൻ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പറ്റിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഏറ്റവും കൂടുതൽ അങ്ങനെ മായം അങ്ങനെ ഉള്ളൊരു പ്രൊഡക്റ്റും ഒരു ഏരിയ ഏതാ? കുട്ടികളുടെ പ്രൊഡക്റ്റാണ്. കുട്ടികളുടെ പ്രൊഡക്റ്റ് ബേബി ഫുഡാണ്. ബേബി ഫുഡാണ്. അവിടെയും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു മോണോപ്പൊളി വർക്ക് ചെയ്യുന്നുണ്ട്. അതെ. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ബേബി ഇൻഫൻറ്റ് മിൽക്ക് പൗഡർ നമ്മൾ വാങ്ങിക്കുകയാണെന്ന് വെക്കുക, ഒരു റാക്ക് മുഴുവൻ ഒരു കമ്പനിയുടെ ആയിരിക്കും. അതെ. കമ്പനിയുടെ പേര് പറയണമെങ്കിൽ പറയാം, നെസ്ലയുടെ ആയിരിക്കും. അപ്പോൾ അവരുടെ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ടാവും, പല കാറ്റഗറി ഉണ്ടാവും. ഒരേ ഇൻഫൻറ്റ് മിൽക്ക് പല, ഇപ്പോൾ നാൻപ്രോ, സെർലാക്ക്, ലാക്ടോജൻ എന്നൊക്കെ പറയുന്ന പോലെ കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് അതേ കാണാൻ പറ്റത്തുള്ളൂ. നല്ല പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവും, പക്ഷെ അത് റാക്കിന് പുറകിലായിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പരസ്യം ആലോചിക്കുക. അതൊരു മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളത് എടുത്തു പോകും. ഈവൻ ഈ എല്ലാ പ്രോഡക്റ്റിലും ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയ മാൽട്ടോഡക്സിൻ ഉണ്ട്. മാൽട്ടോഡക്സിൻ എന്ന് പറയുന്ന ഒരു സാധനം ഹൈ ഗ്ലൈസം ഷുഗറിനേക്കാളും മോശമാണ് അത്. ഓക്കെ. ആ സാധനം എല്ലാ ബേബി ഇൻഫൻറ്റ് ഫുഡിലും ഉണ്ട്. 1-ലുണ്ട്, 2-ലുണ്ട്, 3-ലുണ്ട്, 4 കാറ്റഗറിയിലെല്ലാം ഈ സാധനം ഉണ്ട്. ഇത് ആവശ്യമില്ല കുട്ടികൾക്ക്. എന്തിനാണ് അവർക്ക് മാൽട്ടോഡക്സിൻ? എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ നമ്മൾ കൊടുക്കുന്നതാണ് ഭക്ഷണം. അല്ലാതെ കുട്ടികൾ ഒരിക്കലും ചോദിക്കില്ല എനിക്ക് സെർലാക്ക് മതിയെന്ന് ഏതെങ്കിലും കുട്ടി.